നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എന്തായാലും നമുക്ക് റെഡി ആയിട്ട് വരാം. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് കിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അതിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ആദ്യം ഞാൻ ഹെയർ എന്തായാലും കെട്ടുന്നില്ല. ഹെയർ കെട്ടുന്നത് ഞാൻ പിന്നീടാണ്, അതായത് ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് മോയ്സ്ചറൈസറാണ്. എനിക്കിത് ഡോക്ടർ സജസ്റ്റ് ചെയ്ത മോയ്സ്ചറൈസറാണ്. ഞാനിത് എൻ്റെ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഗേൾസ് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ എൻ്റെ സ്കിന്നിന് കുറേ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഞാൻ സ്കിൻ ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് തന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ്. ഇത് സൺസ്ക്രീനാണ്. എന്തായാലും ഈ സൺസ്ക്രീനിന് എനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു. എനിക്കെന്തായാലും ആ ഡോക്ടർ തന്ന ആ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇട്ട് ടാബ്ലറ്റും കഴിച്ചപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസും തീർന്നു. ഈ സൺസ്ക്രീനിന് ഒരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഫൗണ്ടേഷൻ ക്രീമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെ ഭയങ്കര ഗ്ലോ ആയിട്ട് തോന്നത്തില്ലേ, ആ ഒരു ഗ്ലോ നമുക്ക് ഈ സൺസ്ക്രീൻ ഇടുമ്പോൾ കിട്ടും. കാരണം അതിനൊരു യെല്ലോയിഷ് കളർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നമ്മുടെ സ്കിന്ന് ഭയങ്കര ബ്രൈറ്റ് ആയതുപോലെ തോന്നി. ഇത് മാത്രമേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. വേറെ ഒരു മേക്കപ്പ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല. എന്നിട്ട് ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ഐടെക്സിൻ്റെ ഐലൈനറാണ്. ഐലൈനർ ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴെയായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ അല്ലാണ്ട് ഫേസിൽ വേറെ, ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നും ഇടത്തില്ല. കാരണം എൻ്റെ ഫേസ് ഭയങ്കര അലർജറ്റിക്കാണ്. അതുകൊണ്ട് ഞാൻ വേറെ ഒരു സംഭവങ്ങളും ഞാൻ എൻ്റെ ഫേസിൽ ആഡ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ താഴെയും മുകളിലുമായിട്ട് ഐലൈനർ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എത്രയാണ് റേറ്റ് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഭയങ്കര റേറ്റ് ഒന്നും ആവില്ല. 250 അങ്ങനെ എത്രയോ റേറ്റേ ആയിട്ടുള്ളൂ. ഭയങ്കര കുറഞ്ഞ ഒരു റേറ്റിലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഈ മസ്കാര എനിക്ക് ഇടുമ്പോൾ തന്നെ ഭയങ്കര നല്ലതായിട്ട്, അതായത് നമ്മുടെ കൺപീലിയൊക്കെ നല്ല ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനത്തെ നല്ല ഒരു മസ്കാരയാണ്. ഞാൻ എന്തായാലും മസ്കാര ഇപ്പോൾ ആഡ് ചെയ്തതല്ല, അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ ലിപ്പ് ഭയങ്കരമായിട്ട് ഭയങ്കര ഡാർക്ക്നെസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ലിപ്പി ക്രീം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു എന്താ പറയുക, ലിപ്പിലിടുന്നൊരു സംഭവം. അതാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ വേറൊന്നും ലിപ് ബാമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യത്തില്ല. കാരണം എനിക്ക് അപ്പോഴേ അലർജി ഉണ്ടാവും. ലിപ്പി ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ എടുത്ത് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല ഞാൻ ഏതാണെന്ന്. പക്ഷേ ഭയങ്കര നല്ല ഷെയ്ഡാണ്. അതായത് നമുക്ക് ഇട്ടതുപോലെ തോന്നിക്കത്തില്ല, അത്രയ്ക്കും നല്ലൊരു ഷെയ്ഡാണ്. പക്ഷേ നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ ലിപ്പിന് നാച്ചുറലായിട്ടൊരു ഷെയ്ഡ് കിട്ടുമെന്ന്, അതുപോലെ അതാ കണ്ടില്ലേ, എനിക്ക് നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഷെയ്ഡ് ആ ഒരു ലിപ്സ്റ്റിക്കിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ എവിടെ പോയാലും ഞാൻ അത് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഹെയറിൽ വേറെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എന്തായാലും സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ആയതുകൊണ്ട് ഓർണമെൻറ്റ്സ് എല്ലാം ഇങ്ങനെ ഗോൾഡ് മാത്രമേ ഇടുന്നുള്ളൂ. അതായത് സിമ്പിളായിട്ടുള്ള ഗോൾഡാണ് എനിക്കുള്ളത്. അപ്പം അത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതാ കൈചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 റിങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് നെയിം എഴുതിയ റിങ്ങും ഒന്ന് അല്ലാത്തൊരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിങ്ങും. പിന്നെ അതാ മറ്റേ കയ്യിൽ ഒരു വളയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും സംഭവം സെറ്റായി. ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഒരു സംഭവം പറഞ്ഞു, ഷോൾ ഇട്ടില്ല. ഷോളും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കല്യാണത്തിനാണ് പോണത്. അത് ഞാൻ പറഞ്ഞില്ല, എന്തിനാണ് റെഡിയായതെന്ന് പറഞ്ഞില്ല. അപ്പം ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.